ഹലോ, ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പോൾ ഇന്ന് നമുക്ക് എൻഗ്ലക്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ 4-year old child presents for a well child visit. The parents report the child is doing well, has a good appetite, and has been meeting developmental milestones appropriately. 2 months ago, the child was treated with antibiotics for an upper respiratory tract infection. Otherwise, the child is quite healthy. Upon assessment, the nurse notes a left-sided flank mass. The child denies urinary issues including pain or frequency, and the parents report that the child has had no incontinence episodes for a full year. The urinalysis is normal with the exception of 2+ blood. The nurse prepares to educate the family on which condition that most likely explain the child's symptom. Options: Wilms tumor, neuroblastoma, renal cell carcinoma, post-streptococcal glomerulonephritis. Rationales: renal flank masses in children are most frequently Wilms tumors. Neuroblastoma are more common in infants than children and cross the midline. A renal cell carcinoma does not occur in children. Although the child received antibiotics for an upper respiratory infection, this is unlikely to be caused by streptococcus, which would cause post-streptococcal glomerulonephritis. Also, the urinalysis did not show white blood cells. Okay. അപ്പോൾ ഓർക്കുക, ഇവിടെ അവർ ഹിസ്റ്ററി പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതായത് ഒരു വെൽ ബേബി നോർമൽ വിസിറ്റിന് വന്നതാണ്. ഹിസ്റ്ററി എല്ലാം കുട്ടീൻ്റെ എല്ലാ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നോർമലാണ്. പാരൻസും ഒന്നും നെഗറ്റീവായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ആക്സിഡൻ്റലി നേഴ്സ് കുട്ടീനെ അസസ്മെൻറ്റ് ചെയ്ത സമയത്ത് ലെഫ്റ്റ് സൈഡഡ് ഫ്ലാങ്കിൽ ഒരു മാസ് കണ്ടു. ഓക്കെ, ആൻഡ് അവിടെ കുട്ടിയാണെങ്കിലും ഹിസ്റ്ററി എന്താ പറഞ്ഞിരിക്കുന്നത്? ദർ ഈസ് നോ പെയിൻ ഓർ ഫ്രീക്വൻസി ഇൻ ദ urinary side. Okay, and parents report that the child has had no incontinence episodes for a full year. ആ ഫുൾ ഇയറിൽ കുട്ടി ഒരു ഇൻകോണ്ടിനൻസോ അതായത് യൂറിനറി ട്രാക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സൈൻസ് ആൻഡ് സിംറ്റംസും പറഞ്ഞിട്ടില്ല. ആൻഡ് ബ്ലഡ് എക്സാമിനേഷനിൽ യൂറിൻ എക്സാമിനേഷനിൽ 2+ ബ്ലഡ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നേഴ്സ് ഈ പാരൻസിനെ കുട്ടീൻ്റെ എന്ത് കണ്ടീഷൻ ആണ് എന്നാണ് നേഴ്സ് ഡയറക്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നേഴ്സ് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് എന്തൊക്കെയാ പറഞ്ഞത്? വിലിംസ് ട്യൂമർ, ന്യൂറോബ്ലാസ്റ്റോമ, റീനൽ സെൽ കാർസിനോമ, പോസ്റ്റ് സ്ട്രെപ്റ്റോകോക്കൽ ഗ്ലോമറുലോനെഫ്രൈറ്റിസ്. ഓർക്കുക, ഇപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, വിലിംസ് ട്യൂമർ എന്ന് പറയുന്നത് ഈ പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പിലുള്ള റീനൽ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ കിഡ്നിയിൽ ഉണ്ടാവുന്ന ക്യാൻസർ കണ്ടീഷനെയാണ് വിലിംസ് ട്യൂമർ. അതിൻ്റെ വേറൊരു പേരാണ് എന്ത്? നെഫ്രോബ്ലാസ്റ്റോമ. ഓർത്ത് വയ്ക്കണം. കാരണം നമുക്ക് എൻഗ്ലക്സാറിൻ ക്വസ്റ്റ്യൻസിൽ ഇപ്പം എനിക്ക് വന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ത്? ഏജ് റിലേറ്റഡ് ഹിയറിംഗ് ലോസ്. ഓക്കെ, ഞാനതൊരു 3 to 4 months എൻ്റെ ഒരു പ്രിപ്പറേഷൻ ടൈമിൽ ഞാനൊരു ഓൺലൈൻ കോഴ്സാണ് എടുത്തത്. 3 to 4 months ട്രെയിനിങ് പീരീഡിൽ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പോലും കണ്ടിട്ടില്ല. ഓക്കെ, പക്ഷെ ഞാൻ എന്താ പറയുക, ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് കണ്ടൊരു ഇൻഫർമേഷനാണ് അത്. എന്താണ്? ഏജ് റിലേറ്റഡ് ഹിയറിംഗ് ലോസിന് പ്രസ്ബൈക്യൂസിസ് എന്ന് പറയുന്നത്. അതേപോലെയാണ് ഈ വിലിംസ് ട്യൂമർ. ഇപ്പം നമുക്ക് എന്ത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ചോദിക്കാം. വിലിംസ് ട്യൂമർ എന്ന് പറയുന്നത് നമുക്കുള്ളൊരു കണ്ടീഷനാണ്. അപ്പോൾ വിലിംസ് ട്യൂമറിൻ്റെ വാട്ട് ഈസ് ദ അതർ നെയിം ഫോർ വിലിംസ് ട്യൂമർ എന്ന് പറയുകയാണെങ്കിൽ വി ഷുഡ് നോ ഇറ്റ് ഈസ് എന്താണ്? നെഫ്രോബ്ലാസ്റ്റോമ. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ ഫ്ലാങ്ക് റീജിയനിൽ ചിൽഡ്രൻസ് ഏജ് ഗ്രൂപ്പിൽ കാണുന്ന ഒരു റീനൽ സിസ്റ്റം ക്യാൻസറിനെ പറയുന്ന പേരാണ് വിലിംസ് ട്യൂമർ എന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ അതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. അബ്ഡോമിനൽ എക്സാമിനേഷൻ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള വൺ ഓഫ് ദ കോസസിൽ വരുന്നതാണ് വിലിംസ് ട്യൂമർ. ഓക്കെ,
അടുത്തത് ന്യൂറോബ്ലാസ്റ്റോമ, നെർവ് എൻഡിങ്ങിൽ വരുന്ന ക്യാൻസർ ആണ് ന്യൂറോബ്ലാസ്റ്റോമ. മറന്നു പോവരുത്, ന്യൂറോബ്ലാസ്റ്റോമയും മാറിപ്പോവരുത് ന്യൂറോബ്ലാസ്റ്റോമയും നെഫ്രോബ്ലാസ്റ്റോമയും തമ്മിൽ. ഓക്കെ. പിന്നെ റീനൽ സെൽ കാർസിനോമ, അതിന്റെ എക്സ്പ്ലനേഷൻ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്ത് റീനൽ സെൽ കാർസിനോമ എന്ന് പറയുന്നത് പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പിൽ വരുന്ന ക്യാൻസറിനെ റീനൽ സെൽ കാർസിനോമ എന്ന് പറഞ്ഞിട്ട് ഒരു അല്ലാന്ന് ഓർത്തേക്കുക. റീനൽ എന്താ പറയുന്നത് സെൽ കാർസിനോമ ഇൻ ചിൽഡ്രൻ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് പേര് തന്നെയാണ് വിൽംസ് ട്യൂമർ അല്ലെങ്കിൽ നെഫ്രോബ്ലാസ്റ്റോമ. ഓക്കെ. പിന്നെ പോസ്റ്റ് സ്ട്രെപ്റ്റോകോക്കൽ ഗ്ലോമർലോ നെഫ്രൈറ്റിസ്. ഓക്കെ. ഇവിടെ പാരൻസ് അങ്ങനെ എന്തായിരുന്നു, 2 months ago the child was treated with antibiotic for an upper respiratory tract infection. അതായത് അവരുടെ പ്രോപ്പർ ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷന് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തേക്കുക. സോ ആൻറ്റിബയോട്ടിക് എടുത്ത കുട്ടിക്ക് എന്തായാലും ഇറ്റ് വോണ്ട് ഗോ ഫോർ എന്താണ് അൺട്രീറ്റഡ് സിറ്റുവേഷൻ എന്ന് വരില്ല. ഓക്കെ. ഈവൻ ഒരു കുട്ടിക്കൊരു സ്ട്രെപ്റ്റോകോക്കൽ ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും അത് എന്താ പറയുന്നത് പ്രോപ്പർലി ആൻറ്റിബയോട്ടിക് എടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വോണ്ട് ഗോ എന്താണ് ഒരു നെഫ്രോബ്ലാസ്റ്റോ അതായത് നമ്മുടെ പോസ്റ്റ് സ്ട്രെപ്റ്റോകോക്കൽ ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് എന്നുള്ള ഒരു സിറ്റുവേഷനിലോട്ട് പോകില്ല. പോസ്റ്റ് സ്ട്രെപ്റ്റോകോക്കൽ ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് ഉണ്ടാവണമെങ്കിൽ എന്തായിരിക്കണം, ത്രോട്ട് ഇൻഫെക്ഷൻ, സ്ട്രെപ്റ്റോകോക്കസ് ഓർഗാനിസം ഉള്ള ത്രോട്ട് ഇൻഫെക്ഷൻ വന്നു ആൻഡ് ദേ ഡിഡിൻ ടുക്ക് എ പ്രോപ്പർ ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ ആ കുട്ടിക്ക് എന്താ പറയുന്നത് പോസ്റ്റ് സ്ട്രെപ്റ്റോകോക്കൽ ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഇവിടെ ഇവർ പറയുന്നുണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് എടുത്ത കുട്ടിക്ക് എന്തായാലും എന്ത് വരില്ല, ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് പോസ്റ്റ് സ്ട്രെപ്റ്റോകോക്കസ് ഇൻഫെക്ഷനായിട്ട് വരില്ല. ഓക്കെ. പിന്നെ വേറൊരു കാര്യം ഓർക്കേണ്ടത്, സ്ട്രെപ്റ്റോകോക്കസ് ത്രോട്ട് ഇൻഫെക്ഷൻ പ്രോപ്പർലി ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഇറ്റ് ഗോ ആൻഡ് അഫക്റ്റ് എന്താണ് നമ്മുടെ വാൽവിനെ ഹാർട്ടിനെ അഫക്റ്റ് ചെയ്യും. എന്നിട്ട് എന്ത് റുമാറ്റിക് ഫീവർ ഉണ്ടാവാനുള്ള ചാൻസ്. ഓക്കെ. അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ. നമ്മുടെ ക്ലാസ്സുകൾ ഈ ഒരു രീതിയിലാണ് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും എൻക്ലക്സ് ആറിൻ്റെ ട്രെയിനിങ് ഓൺലൈൻ ട്രെയിനിങ് ആവശ്യമുള്ള ആൾക്കാർ കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച്.